ഇന്നത്തെ വീഡിയോ ഞാൻ അഖിലേട്ടൻ്റെ കൂടെ ഒരു ഡാൻസ് പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നു. കോട്ടയത്ത് വെച്ചിട്ടായിരുന്നു ഈ പ്രോഗ്രാം നടക്കുന്നത്. പോകുന്ന വഴിക്ക് നല്ല മൂടിയ അന്തരീക്ഷമായിരുന്നു. അങ്ങനെ അത് മാറി നല്ല അടിപൊളി കിടുക്ക മഴ അങ്ങോട്ട് പെയ്തു. മഴ നല്ല ശക്തിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. നമ്മളവിടെ ചെന്നിറങ്ങിയപ്പോഴും മഴ കുട എടുക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. സന്തോഷം. അതുകൊണ്ട് മഴ മൊത്തം കുറച്ചൊക്കെ നനഞ്ഞു. അങ്ങനെ നമ്മൾ ഓർക്കസ്ട്ര ടീമിനെയൊക്കെ മീറ്റ് ചെയ്തിട്ട് ഞാൻ നേരത്തെ തന്നെ ഈ ഹാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇത് നടക്കുന്ന മാമൻ മാപ്പിള ഹാൾ വെച്ചിട്ടാണ്. ഞാൻ ഹാളിൽ നേരത്തെ കയറിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് അവർക്ക് കഥക് പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ടാണ് നേരിട്ട് ഒരു കഥക് പെർഫോമൻസ് കാണുന്ന ആസ് എ ഡാൻസർ എന്ന നിലയിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വളരെ ഭംഗിയുള്ള ഒരു കഥക് പെർഫോമൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ടായിരുന്നു അവിടെ ഡാൻസിൻ്റെ ഭരതനാട്യത്തിൻ്റെ രംഗപ്രവേശം ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്തു. ഞാൻ മിക്ക ഡാൻസ് പ്രോഗ്രാമിനും അഖിലേട്ടൻ്റെ കൂടെ പോകാറുണ്ട്. കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ അതെല്ലാം കണ്ട് അവരുടെ ലാസ്റ്റ് ഐറ്റമൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മളത് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ കാറിൽ പോയി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റും കാര്യമൊക്കെ വെച്ചു. മഴ പെയ്യാനുള്ള അടുത്ത സാധ്യതയാണെന്ന് തോന്നുന്നു. നല്ല കാറ്റ് വീശുന്നുണ്ടായിരുന്നു, തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നേ. അപ്പം വെജ് കുറുമയാണ് ഞാൻ എടുത്തത്. ഞാൻ 2-3 ദിവസമായിട്ട് വെജ് ഓപ്ഷൻ ആയിരുന്നു. പിന്നെ ഐസ്ക്രീം കഴിച്ചു. എന്നിട്ട് കുറച്ചേരം ഞാൻ കാറ് വെയിറ്റ് ചെയ്തു. അഖിലേട്ടൻ എന്തോ അവരോട് സംസാരിക്കാനോ മറ്റോ കാര്യത്തിന് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വരുന്ന വഴിക്ക് നമ്മൾ മലബാർ റെസ്റ്റോറൻറ്റിൽ കയറി. ഓൾറെഡി ഫുഡ് കഴിച്ചല്ലേ, ഇനിയും കഴിക്കണമെന്നായിരിക്കും ചിന്തിക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അവിടെ വന്നിട്ട് നമ്മൾ സ്വീറ്റ് കോൺ സൂപ്പ് ഓർഡർ ചെയ്തു. അഖിലേട്ടൻ അത്ര ഇഷ്ടമായില്ല സംഭവം, എനിക്കിഷ്ടപ്പെട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ബട്ടർ നാനും പിന്നെ തന്തൂരി പനീർ, പിന്നെ എന്തായിരുന്നു പനീർ ബട്ടർ മസാലയൊക്കെ ആയിരുന്നു. എന്നിട്ട് അഖിലേട്ടൻ എന്നോട് പറയാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഒരു വെജ് ഡിന്നർ കഴിക്കുന്നത്, അതും ഞാൻ കാരണം. അങ്ങനെ കാരണം ആളൊരു വെജ് ഓപ്ഷൻ ചൂസ് ചെയ്യുന്ന ഒരാളെ അല്ല, ഒരു നോൺ വെജ് ഫാനാണ്. അതുകൊണ്ട് തന്നെ അന്ന് ഞാൻ കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് പോവാണ്.